വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തെ, അതായത് 7/9/2024 മുതൽ 13/9/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ 25 കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്? എന്താണ്? സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് സെമി കണ്ടക്ടർ ഒരു കറണ്ട് അഫയർ ആയി വരാനുള്ള കാരണം? എന്താണ്? ഇന്ത്യ ഈസ് സെറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ USD 50 million for the second phase of chip manufacturing incentive policy under India Semiconductor Mission. It had previously committed USD 10 billion for the first phase of scheme. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സെമി കണ്ടക്ടേഴ്സിന്റെ, അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡീലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഡീലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 15 മില്യൺ, ഓക്കെ, 15 ബില്യൺ US ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫേസിൽ നമ്മൾ 10 ബില്യൺ US ഡോളർ ആണെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 15 ബില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്? US ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഇപ്പൊ നമ്മൾ ഇതിന് എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? പ്യുവർ എലമെന്റ്സ്, അതായത് സിലിക്കോൺ, ജെർമേനിയം ആണ് ഇതിൽ കാണാൻ പറ്റുക, സെമി കണ്ടക്ടേഴ്സിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് ഏതാണ്? ഗാലിയം എറിൻസൈഡും കാഡിയം സിലിസൈഡും ആണുള്ളത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറോസ്പേസ്, ഓട്ടോമൊബൈൽസ്, കമ്മ്യൂണിക്കേഷൻ, ക്ലീൻ എനർജി, ഇൻഫോർമേഷൻ ടെക്നോളജി, മെഡിക്കൽ ഡിവൈസസിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഏതൊക്കെ സ്കീമുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന്, പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്, ദാറ്റ് മീൻസ് PLI സ്കീം, ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് DLI സ്കീം, അതുപോലെ തന്നെ എന്താണ്? സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് സ്പെക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻകറേജിങ് സെമി കണ്ടക്ടർ ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് ഇൻ ദ കൺട്രി. അതായത് എന്ത് ചെയ്യുക? സെമി കണ്ടക്ടേഴ്സ്, അതിന്റെ ഡിസ്പ്ലേ മാനുഫാക്ചറിങ്ങിനെയൊക്കെ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രൽ 20 ഡൊമസ്റ്റിക് കമ്പനീസ് സെമി കണ്ടക്ടർ ഡിസൈൻസ് അച്ചീവ് ചെയ്യുക. ഏകദേശം ടേൺ ഓവർ 1500 കോടിയാണ് അടുത്ത 5 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രോണിക് കോമ്പോണൻസും അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വൈബ്രന്റ് സെമി കണ്ടക്ടർ ആൻഡ് ഡിസ്പ്ലേ ഡിസൈൻ ഇൻസെന്റീവ് ഇക്കോസിസ്റ്റം ആണ്. 2021 ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ നോഡൽ ഏജൻസി നോഡൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അല്ലെങ്കിൽ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, MeitY ആണ്. ആൻഡ് ഇതിന്റെ ഏകദേശം ഫൈനാൻഷ്യൽ ഔട്ട്ലേ പറയുന്ന ഏകദേശം എത്രയാണ്? 76,000 കോടി രൂപയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കോമ്പോണൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു SSC എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. SSC RRB അല്ലെങ്കിൽ ബാങ്കിലൊന്നും അത്തരം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് എന്താണ് നെക്സ്റ്റ് ന്യൂസ്? എന്താണ്? ഇന്ത്യസ് എഫേർട്ട് ഫോർ സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് മാനുഫാക്ചറിങ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് the Defense Acquisition Council, that means DAC, granted acceptance of necessity AON for 10 defense acquisition proposals worth 144,716 crores. അതായത് 1,44,716 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൻസ് അക്വിസിഷൻസ് പ്രപ്പോസൽസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതെന്തായി വരാനുള്ള ഒരു കാരണം, ന്യൂസ് ആയി വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. എന്താണ്? അതായത് ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ ഇന്ത്യ പ്രധാനമായിട്ട് എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എഫേർട്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താണ്? സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് സെക്ടർ, വൺ ഓഫ് ദി ഗവൺമെന്റ് ടോപ്പ് പ്രിയോറിറ്റീസ്. അതായത് എന്താണ്? ഗവൺമെന്റ് ടോപ്പ് പ്രിയോറിറ്റിയിൽ ഒന്നാണ് എന്ത് ചെയ്യുക? ഡിഫൻസ് മാനുഫാക്ചറിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സെൽഫ് റിലയൻസ്, സ്വന്തം കാലിൽ നിൽക്കാൻ ആരെ പ്രേരിപ്പിക്കുക? ഇവരെ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ ഫേസ്ഡ് ബാൻസ് ഓൺ ദ ഇമ്പോർട്ടന്റ് 100 ഓഫ് വെപ്പൺസ് ആൻഡ് സിസ്റ്റംസ്.
അതുപോലെ തന്നെ എന്താണ് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഫോർ ബൈയിങ് ലോക്കലി മെയ്ഡ് മിലിറ്ററി ഹാർഡ്വെയർസ്, അതുപോലെ തന്നെ എന്താണ് ലോക്കലി മെയ്ഡ് മിലിറ്ററി ഹാർഡ്വെയർസ് മേടിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം 49% to 74%. അതായത് ആദ്യം ഫോറിൻ കമ്പനീസിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ 49% ഫോറിൻ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പൊ അത് എത്രയാക്കി ഉയർത്തിയിട്ടുണ്ട്? 74% ആക്കി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ the make category is another initiative to achieve the object of self-reliance by innovating greater participation in the Indian industrial ecosystem, including private sector, include the following procedures. അതായത് ഇപ്പൊ ആദ്യകാലങ്ങളിൽ ഈ ഡിഫൻസിൽ മാനുഫാക്ചറിങ് ഗവൺമെന്റ് മാത്രമായിരുന്നു എങ്കിൽ നിലവിൽ ആരെ കൂടി വരുന്നുണ്ട്? പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും 3 ഫേസുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യം മേക്ക് വൺ, അതായത് ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. എന്താണ് ഈ ഗവൺമെന്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് സിസ്റ്റം, മേജർ പ്ലാറ്റ്ഫോം അപ്ഗ്രേഡ് ദർ ഓഫ് ഇൻഡസ്ട്രി. ഇവിടെ ഗവൺമെന്റ് ഫണ്ടിങ് ആണ്. മേക്ക് ടൂൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ഫണ്ടഡ് ആണ്. എന്താണ് ഇൻഡസ്ട്രിയൽ ഫണ്ടഡ് എന്ന് പറയുന്നത്? ഇറ്റ് കവേഴ്സ് മിലിറ്ററി ഹാർഡ്വെയർസ് ദാറ്റ് മേ ബി നോട്ട് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് indigenously but can be manufactured in the country for import substitution ആണ്. ഓക്കെ, ഇതാണ് ഏത് എന്ന് വിളിക്കുന്നത്? മേക്ക് ടു എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മേക്ക് ടു എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് മേക്ക് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എന്താണ് മേക്ക് 3 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡിജിനസ്ലി മാനുഫാക്ചർഡ് ആണ്. അതായത് ദീസ് ആർ സബ്സിസ്റ്റംസ്, കോമ്പോണൻസ് ആൻഡ് ammunition procedure in India to replace imports for existing weapon, often foreign partners of technology transfers. അതായത് ഈ ടെക്നോളജി ട്രാൻസ്ഫേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുക? നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് മേക്ക് 3 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറയാ? കാണാൻ പറ്റും. അപ്പൊ 3 സ്റ്റേജസ് ആണ്. ഏതൊക്കെയാണ്? മേക്ക് 1, മേക്ക് 2, മേക്ക് 3. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ ആണ് ഇത് പ്രൊജക്ട് സ്ട്രോബെറി. എന്താണ് ഈ പ്രൊജക്ട് സ്ട്രോബെറി എന്ന് വിളിക്കുന്നത്? അതായത് ഈ പ്രൊജക്ട് സ്ട്രോബെറി എന്ന് പറയുന്നത് ഓപ്പൺ AI ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതായത് അതിന്റെ ഒരു ഓപ്പൺ എയുടെ ഒരു അഡ്വാൻസ് മോഡലാണ് ഏതെന്ന് വിളിക്കുന്നത്? പ്രൊജക്ട് സ്ട്രോബെറി എന്നുള്ള പേരിൽ വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഈ മോഡല് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് പ്രധാനമായിട്ടും ഏതിന്റെ കൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് GPT-5, അതുപോലെ തന്നെ പുതിയ ഓപ്പൺ എയുടെ ചാറ്റ് ബോട്ടിന്റെ കൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്താണ് ഈ പ്രൊജക്ട് സ്ട്രോബെറി എന്ന് പറയുന്നത്? പ്രീവിയസ്ലി ഉണ്ടായിരുന്ന പ്രൊജക്ട് ക്യൂ സ്റ്റാർ ആണ്. ഈസ് എയിംഡ് ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, AGI. AI കൊഗ്നിറ്റീവ് എബിലൻസ് സിമിലർ ടു ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളതാണ് ഏതിന്റെ പ്രത്യേകത? ഈ പ്രൊജക്ട് സ്ട്രോബെറി. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് പസിൽസ് ഒക്കെ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പെർഫോമിംഗ് അഡ്വാൻസ്ഡ് കൊഗ്നിറ്റീവ് ടാസ്ക് ഒക്കെ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഓട്ടോണോമസ് റിസർച്ച് ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജനറേറ്റിംഗ് ഹൈ ക്വാളിറ്റി സിന്തറ്റിക് ഡാറ്റ എന്നുള്ളതൊക്കെ ഏതിന്റെ പ്രത്യേകതയാണ്? എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഏതിന്റെ പ്രത്യേകതയാണ്? പ്രൊജക്ട് സ്ട്രോബെറിയുടെ എന്താണ്? പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ന്യൂ ഗൈഡ് ലൈൻസ് ഫോർ വേസ്റ്റ് ടയർ മാനേജ്മെന്റ്. എന്താണ് പറയുന്നത്? ദ മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് MOEFCC has recently approved new environmental compensation EC guidelines aimed at strengthening waste tire management in India. ഓക്കെ, ഇതാണ് ന്യൂസ്. ഇനി എന്താണ് ഇതിന്റെ കീ ആസ്പെക്ട്സ്? ഇതിന്റെ പുതിയ ഗൈഡ് ലൈൻസിന്റെ കീ ആസ്പെക്ട് എന്തൊക്കെയാണ്? Manufacturers who do not meet their extended procedure responsibility target will face penalties up to 8.40 per kg of waste tires ആണ്. ഓക്കെ, ഇനി കമ്പനീസ് വോമിറ്റിംഗ് ദ ഹസാർഡസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതർ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് അമെന്റ്മെന്റ് റൂൾസിലാണ് 2022 പറയുന്നത്. ഇതിന്റെ ഫൈൻ എന്ന് പറയുന്നത് ഏകദേശം
25,000 ആണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈൻ എത്ര രൂപ വരെ എക്സ്റ്റെൻഡ് ചെയ്യും? 1,00,000 രൂപ വരെ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യുമെന്നും ഏത് പറയുന്നുണ്ട്? ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഇനി EPR കംപ്ലൈൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ടയർ മാനുഫാക്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് മസ്റ്റ് പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ദയർ റീസൈക്ലിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് 35% ആയിരുന്നു 2021 എന്നുണ്ടെങ്കിൽ 22-23 വരുമ്പോൾ അതെന്താണ് മാറിയിട്ടുണ്ട്. ഏകദേശം 23-24 ആകുമ്പോഴേക്കും അത് 70% ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ 2024-25 ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം? 100% എത്തിക്കുക എന്നുള്ള മാരുടെ ലക്ഷ്യമാണ് ഗവൺമെന്റിന്റെ എന്താണ് ലക്ഷ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, 100% എന്ത് ചെയ്യുക? എത്തിക്കുക എന്നുള്ള മാരുടെ ലക്ഷ്യമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. ഓക്കെ, ഇനി യൂണിറ്റ്സ് മസ്റ്റ് കംപ്ലൈ വിത്ത് 100% റെസ്പോൺസിബിലിറ്റി ഇൻ ദയർ തേർഡ് ഇയർ ഓഫ് ജോയിനിങ് ദ പ്രോഗ്രാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 100% ഓഫ് ദ ടയേഴ്സ് ദേ ഇമ്പോർട്ടഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇമ്പോർട്ട് ഫോർ പ്രൊഡ്യൂസിംഗ് pyrolysis oil and char is explicitly banned എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? Recycling waste tires aims to reduce landfill use and convert tires into valuable resources such as reclaimed rubber, scrubbed rubber and recovered carbon black ഒക്കെ ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശിക്കുന്നു. EPR പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് അതിന്റെ പ്രൊഡക്ഷന്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ഒരു എൻഡ് ഓഫ് ലൈഫ് മാനേജ്മെന്റ് കൊണ്ടുവരിക. അതായത് ഏറ്റവും നന്നായിട്ട് 100% യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? എൻവിയോൺമെന്റിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? മെയ്സ്. എന്താണ് മെയ്സ് ഒരു കറണ്ട് അഫെയർ ആയി വരാനുള്ള കാരണം? റീസെന്റ് ഇന്ത്യസ് പുഷ് ടുവേർഡ്സ് ഇൻക്രീസിംഗ് എത്തനോൾ പ്രൊഡക്ഷൻ, particularly corn or maize based ethanol has transformed the country from Asia's top maize exporter to a net importer. ഇതാണ് ന്യൂസ് ആയി വരാനുള്ള കാരണം. ഇനി നമുക്ക് മെയ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈസ് എ ഹൈലി വേഴ്സൈറ്റൈൽ ക്രോപ്പ് ആണ്. ഓക്കെ, ക്യൂൻ ഓഫ് ക്രിസൽസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ഗ്രോയിങ് കണ്ടീഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെയ്സ് ത്രിവൈസ് എ റേഞ്ച് ഓഫ് സോയിൽസ്, ലോൺലി, സാൻഡി, ക്ലേ ലോമിലൊക്കെയാണ് ഇതുണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്? വെൽ ഡ്രൈൻഡ് സോയിൽസ് ആണ് എന്താണ് ഇതിനാവശ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏകദേശം 50 മുതൽ 100 സെന്റിമീറ്റർ റെയിൻഫോൾ വരെയാണ് ആവശ്യം. അതുപോലെ തന്നെ ഇത് ഒരു സീസണൽ കൾട്ടിവേഷൻ ആണ്. ഇന്ത്യയിൽ നമുക്കറിയാം ഖാരിഫ്, റാബി, സ്പ്രിംഗ് സീസൺസിലാണ് എന്ത് ചെയ്യുക? ഇത് പ്രധാനമായിട്ടും വളരുന്നത്. അതുപോലെ തന്നെ ഖാരിഫ് മെയ്സ് ഹാസ് ലോവർ പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു റെയിൻഫോൾ കണ്ടീഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ റെയിൻഫോളിനനുസരിച്ച് ചിലപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കുറയാം, മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കർണാടക, മധ്യപ്രദേശ്, ബീഹാർ, തമിഴ്നാടു, തെലുങ്കാന, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും? കർണാടക, മധ്യപ്രദേശ്, ബീഹാർ, തമിഴ്നാടു, തെലുങ്കാന, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഗ്രോ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതും ഏതിന്റെ പ്രത്യേകതയാണ്? മെയ്സിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ബുറേലി ദറുസലേം. എന്താണ് ന്യൂസ് വരാൻ കാരണം? റീസെന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിസിറ്റ് ബുറേലി Jerusalem and Singapore have the marked significant advancement of India's diplomatic and strategic engagements in South Asia. ഓക്കെ, ഇതിന്റെ മാപ്പ് ഓൾറെഡി നിങ്ങളുടെ മെറ്റീരിയലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ജിയോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും മാപ്പ് ബേസ്ഡ് സ്റ്റഡി ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാപ്പ് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ക്ലിയർ? ഓക്കെ, സിംഗപ്പൂരിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂണൈ ദർസലത്തെയും മാപ്പും കൊടുത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോർത്ത് വെസ്റ്റ് ഓഫ് ഐലൻഡ് ബുറീനോയിലാണ് വരുന്നത്. വിത്ത് എ കോസ്റ്റ് ലൈൻ അബൌട്ട് ദി 161 കിലോമീറ്റർ. സൗത്ത് ചൈന സീയിലെ ഏകദേശം 161 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബൗണ്ടഡ് വിത്ത് ബൈ നോർത്ത് ബൈ സൗത്ത് ചൈന. നോർത്ത് സൈഡിൽ സൗത്ത് ചൈന, അതുപോലെ തന്നെ സിയാണ്. അതുപോലെ തന്നെ അതർ സൈഡ് വരുന്നത് മലേഷ്യയാണ്. ഇവരുടെ എക്കോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
ഇവരുടെ എക്കോണമി പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസിലൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഇവരുടെ വരുമാന മേഖലകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, തേർഡ് ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസർ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ എന്താണ് തേർഡ് ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസറും ഫോർത്ത് ലാർജസ്റ്റ് ലിക്വിഡിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസറുമാണ് ഗ്ലോബലി എന്താണ് നാലാമത്തെ എന്താണ് ലിക്വിഡിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസറുമാണ് എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, ഈ ഒരു സ്ഥലത്തിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ഇവരുടെ മെയിൻ എക്സ്പോർട്ട് ഏതൊക്കെ കമ്മോഡിറ്റീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൂഡ് ഓയിലും പെട്രോളിയം പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ ലിക്വിഡിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. പ്രധാനമായിട്ടും ആർക്കൊക്കെ വിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ, US, ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും എന്താണ് വിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെ, ബാങ്കുകളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെന്റ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ARCs ഹാവ് എക്സ്പീരിയൻസ്ഡ് എ സ്ലോ ഡൗൺ ഇൻ ഗ്രോത്ത് ഡ്യൂ ടു ദ നോൺ പെർഫോമിംഗ് അസറ്റ് NPA റീച്ചിങ് 12-year low of 2.8% in March 2024. ഓക്കെ, ഇതാണ് എന്താണ് ഒരു ന്യൂസ് ആയിട്ട് വരാനുള്ള, ഓക്കെ ഇതെന്താണ് ഒരു ന്യൂസ് ആയിട്ട് വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഒരു ലോൺ എടുത്തു എന്ന് വയ്ക്കുക. ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ലോൺ എടുക്കുന്നു. ഇതിന് 90 ദിവസം നിങ്ങൾ റീപേ ചെയ്തില്ല എന്ന് വയ്ക്കുക. 90 ദിവസം ഇതിന്റെ മുതലോ, അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ വാങ്ങിയ പൈസയോ അല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റോ നിങ്ങൾ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അഗ്രികൾച്ചറിന് എടുക്കുന്നതാവാം, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാവാം. ഓക്കെ, അതുപോലെ തന്നെ ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാണ് സബ്സ്റ്റാൻഷ്യൽ അസറ്റ്സ്. എന്താണ് എ സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് എ അസറ്റ് ക്ലാസിഫൈഡ് ആസ് എൻ NPA ഫോർ പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months ആണ്. പിന്നെ വരുന്നതാണ് ഡൗട്ട്ഫുൾ അസറ്റ്. എന്താണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡൗട്ട്ഫുൾ അസറ്റ് ഈസ് എ അസറ്റ് ഹാസ് ബീൻ നോൺ പെർഫോമിംഗ് ഫോർ പീരീഡ് എക്സീഡിങ് 12 months ആണ്. പിന്നെ വരുന്നതാണ് ലോസ് അസറ്റ്. എന്താണ് അസറ്റ് ദാറ്റ് അൺകളക്റ്റബിൾ ആൻഡ് വേർ ദർ ഈസ് എ ലിറ്റിൽ നോ ഹോപ്പ് റിക്കവറി ആൻഡ് ദാറ്റ് നീഡ് ടു ഫുള്ളി റിട്ടേൺ ഓഫ്. അതായത് എന്താണ് ഒരു കാരണവശാലും തിരിച്ച് അടയ്ക്കാൻ സാധ്യതയില്ലാത്തവയെ നമ്മൾ വിളിക്കുന്നതാണ് ഏത്, ലോസ് അസറ്റ്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഏതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് കൺസേൺ റിഗാർഡിംഗ് ഡിമോളിഷൻ ഡ്രൈവ്സ്. എന്താണ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റീസെന്റ് അനൗൺസ്ഡ് ഇറ്റ്സ് ഇന്റൻഷൻ ടു ഇഷ്യൂ നാഷൻ വൈഡ് ഗൈഡ് ലൈൻസ് ടു റെഗുലേറ്റ് പ്രോപ്പർട്ടി ഡിമോളിഷൻസ്, എ മൂവ് suppressed by increasing concern over the practice of bulldozer justice. Okay, ഇതിൽ പല ആർട്ടിക്കിൾസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഒന്ന് ആർട്ടിക്കിൾ 300A ആണ്. എന്താണ് ഈ ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ മുമ്പ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തായിരുന്നു, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അല്ലെ. പ്രധാനമായിട്ടും എന്തായിരുന്നു, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു ഏത്, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. പിന്നീട് ആർട്ടിക്കിൾ 300A അതിനെ മാറ്റുന്നുണ്ട്. നിലവിൽ എന്താണ് ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ് ഏതെന്ന് വിളിക്കുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഈ ഇതിലെന്താണ് പറയുന്നത്, ഗ്യാരണ്ടീസ് ദാറ്റ് നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ പ്രോപ്പർട്ടി എക്സ്പെക്ട് ലോ. ദിസ് പ്രൊവിഷൻ എംഫസിസ് പ്രോപ്പർട്ടി ക്യാൻ ഓൺലി ബി ടേക്കൺ ഫോളോയിങ് പ്രൊസീജിയർ ആൻഡ് അണ്ടർ വാലിഡ് ലോസ്. അതായത് ഇതിൽ പറയുന്ന പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ പറ്റൂ. ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന് ഈ എന്ത് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ അതിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം എന്നുള്ള കാര്യം എന്താണ്, കമ്പൽസറി ആണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ വരുന്ന ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് പറയുന്നത്, ഗ്യാരണ്ടി ദാറ്റ് നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സ്പെക്ട് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതവും എന്താണ് നശിപ്പിക്കാൻ പാടില്ല എന്നും അതെന്താണ് നിയമം വഴി സ്ഥാപിതമായതാണ് എന്നും ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. അതായത്
ഇമ്മീഡിയറ്റ് ഡിമോളിഷൈസേഷൻസ്, അതായത് പെട്ടെന്ന് ഈ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് അവരുടെ ഡിഗ്നിഫൈഡ് ലൈഫിനെ ചോദ്യം ചെയ്യുമെന്നും അത് ആർട്ടിക്കിൾ 21 ലംഘനമാണ് എന്നും പറയുന്നുണ്ട്. ആൻഡ് പിന്നെ ആർട്ടിക്കിൾ 14 പറയുന്ന ഈക്വാലിറ്റി ബിഫോർ ലോ എന്താണ്? ഡിമോളിഷൻസ് ദാറ്റ് disparately affect certain communities like slum dwellers can be challenged as discriminatory എന്നുള്ളൂ. ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അങ്ങനെ ഡിമോളിഷ് ചെയ്യുന്നതിനെതിരെ എന്ത് ചെയ്യാനാണ്? നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതും ഫ്രീ സ്പീച്ചിനുള്ള അവകാശമുണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ഇനി റൂൾ ഓഫ് ലോ പറയുകയാണെങ്കിൽ, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം വഴി ഭരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ നിയമത്തെ മറികടന്നുകൊണ്ട് എന്ത് ബാധകമല്ല? ഡിമോളിഷൻസ് ബാധകമല്ല എന്നും. കൂടാതെ ജനീവ കൺവെൻഷൻ ആൻഡ് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസിൽ അതിന്റെ ആർട്ടിക്കിൾ 87.3 പ്രകാരവും അതുപോലെ തന്നെ 51(3) പ്രകാരവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 51(3) പ്രകാരവും ഡിമോളിഷ് ചെയ്യുന്നത് എന്താണ്? തെറ്റാണ് എന്നും അതിന് കൃത്യമായ നിയമങ്ങൾ പാലിക്കണമെന്നും പറയുന്നുണ്ട്. കൂടാതെ പറയുന്ന എന്താണ്? ഇറിവേഴ്സിബിൾ ഡാമേജ് എന്താണ്? ദ ഇമോഷണൽ ആൻഡ് ഫൈനാൻഷ്യൽ ടോൾ ഓഫ് ഹോം ഡിമോളിഷൻസ് ഈസ് സിഗ്നിഫിക്കന്റ്. ഇന്നസെന്റ് ഫാമിലി മെമ്പേഴ്സ് who had no role alleged crime suffer necessity. ഇപ്പൊ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിലാണ് ഈ വീട് പൊളിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് അതിൽ ഇന്നസെന്റ് ആണ്, ഒരിക്കലും അവരെ ഇത്തരം കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ആൻഡ് ടാർഗറ്റിംഗ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആണ് എന്താണ്? ദ പ്രാക്ടീസ് ഡിസ്പ്രിമിനേറ്റ്ലി ഇമ്പാക്ട് മൈനോറിറ്റി ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് പ്രിറ്റൻഡിങ് സോഷ്യൽ ഡിവിഷൻസ് ആൻഡ് എക്സിസ്റ്റിംഗ് ഇൻഈക്വാലിറ്റീസ് എന്നുള്ളതും. ഇറോഷൻ ഓഫ് ട്രസ്റ്റ് ആണ് എന്താണ്? ദ പ്രാക്ടീസ് അണ്ടർമൈൻസ് പബ്ലിക് ട്രസ്റ്റ് ഇൻ പൊളിറ്റിക്കൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ബൈപാസിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രൊസീജിയേഴ്സ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോടതി വീക്ഷിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് സ്വച്ഛ് വായു സുരക്ഷാൻ അവാർഡ് 2024. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, Forest and Climate Change and Chief Minister of Rajasthan presented the Swachh Vayu Surakshan Award 2024 on the occasion of the International Day of Clean Air for Blue Skies Swachh Vayu Divas at Jaipur. ഇതാണ് ന്യൂസ്. ഇനി ഇത് അവാർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് നാഷണൽ ക്ലീൻ എയർ ക്യാമ്പയിൻസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? NCAPയുടെ ഭാഗമായിട്ടാണ് ഇതിന് കൊടുക്കുന്നത്. ഇതിൽ 3 കാറ്റഗറീസ് ആണ്. ഇത് കാറ്റഗറി 1 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഓവർ 10 lakhs ഉള്ള സ്ഥലങ്ങളാണ്. അത് കിട്ടിയിരിക്കുന്നത് സൂററ്റ്, ജയ്പൂർ, ആഗ്ര. കാറ്റഗറി 2 പോപ്പുലേഷൻ ബിറ്റ്വീൻ 3 to 10 lakh ആണ്. ഫിറോഷാബാദ്, അമരാവതി, ഝാൻസി ആണ്. കാറ്റഗറി 3 ഏതാണ്? പോപ്പുലേഷൻ അണ്ടർ 3 lakhs ആണ്. റായ്ബറേലി, നൽഗൊണ്ട ആൻഡ് നാൽഗഹ ആണ്. ആൻഡ് മുനിസിപ്പൽ കമ്മീഷണേഴ്സ് ദ വിന്നിംഗ് സിറ്റീസ് വർ അവാർഡഡ് വിത്ത് ക്യാഷ് പ്രൈസസ് ഉണ്ടായിരിക്കും. ട്രോഫീസും സർട്ടിഫിക്കറ്റ്സും ആണ് എന്ത് ചെയ്യാം? ഇതിൽ അവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ സമ്മാനമായി കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇനീഷ്യേറ്റീവ് ഏത് മിനിസ്ട്രി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഏകദേശം ഈ ആക്ഷൻ പ്ലാന്റെ ഭാഗമായിട്ട് ഏകദേശം 131 നോൺ അറ്റൈൻഡ് സിറ്റീസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ അറ്റൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5-year പീരീഡ് ദേ കൺസിസ്റ്റന്റ്ലി ഡു നോട്ട് മീറ്റ് ദ നാഷണൽ ആംബിറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ PM10 NO2 എന്നുള്ളതാണ്. ഓക്കെ, ഇനി കാറ്റഗറൈസേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 പോപ്പുലേഷൻ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ കാറ്റഗറി തിരിച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൺട്രോൾ ഓഫ് ബയോമാസ്, അതുപോലെ തന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ബേണിംഗ്, റോഡ് ഡസ്റ്റ് ഫ്രം കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിസേഷൻ വേസ്റ്റ്, വെഹിക്കുലർ എമിഷൻസ്, ഇൻഡസ്ട്രിയൽ എമിഷൻ, പബ്ലിക് അവയർനെസ്, ഇംപ്രൂവ്മെന്റ് ഇൻ P10 കോൺസെൻട്രേഷൻസ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട്. എന്താണ്? റീസെന്റ് 2,492 carat diamond, the second largest in the world, was discovered at Kalvari Diamond Mine in the Botswana. The largest diamond ever found remains in the
Persian diamond weighing 3106 carat which discovered in South Africa in 1905 ആണ്. ഓക്കെ, ഇനി ഡയമണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഡയമണ്ട് ഏത് വഴിയാണ് റിക്കവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മേഘ ഡയമണ്ട് റിക്കവറി MDR വഴിയാണ്. ഇതെന്താണ്? ഒരു എക്സ്റേ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇതിൽ ബൊട്സ്വാനയുടെ മേജർ ഡയമണ്ട് പ്രൊഡ്യൂസർ ആണ് ഇവര്. ഏകദേശം 30% GDP മുതൽ 80% GDP വരെ എക്സ്പോർട്ടിലൂടെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രോപ്പ് ഓഫ് കാർബൺ ആണ്, ഒരു ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ഡയമണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് മാൻഡിൽ ബോട്ട് ടു ദ സർഫേസ് ബോട്ട് വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെയാണ് ഇത് ഫോം ചെയ്യുന്ന. വോൾക്കാനിക് ലാൻഡ് ഫോം ലൈക്സ് ഡൈക്സ് ആൻഡ് സിൽസിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുക? പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക. ഇതിൽ ഇന്ത്യയിലെ കീ ലൊക്കേഷൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് പാറ്റ്ന ബെൽറ്റ് ആണ്, മധ്യപ്രദേശ്. അതുപോലെ തന്നെ വാജ്കർ, കിംബുൾ പൈപ്പ് ആൻഡ് കൃഷ്ണ റിവർ ബേസിൻ ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ കട്ടിംഗ് ആൻഡ് പോളിഷിംഗ് ഇൻഡസ്ട്രി ഈസ് സെൻട്രലൈസ്ഡ് ഇൻ സൂററ്റ്. ഓക്കെ, ഇതിന്റെ സെൻട്രലൈസ്ഡ് ഇൻഡസ്ട്രി എവിടെയാ വെച്ച് കഴിഞ്ഞാൽ സൂററ്റ്, നവരാസി, ഹമദാൻ, പാലംപൂരിലൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക ഇതിന്റെ പോളിഷിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് റെസ്പോൺസിബിലിറ്റി ഓഫ് FSDC. എന്താണ്? റീസെന്റ് the Financial Stability and Development Council FSDC subcommittee chaired by the Reserve Bank of India RBI governor convinced to review significant global and domestic macroeconomics and financial developments. Okay, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് FSDCയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഒന്നെന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. രണ്ടെന്താണ്? ഫൈനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ് ആണ്. മൂന്ന് ഏതാണ്? മാക്രോ പ്രൊഡൻഷ്യൽ സർവൈലൻസ് ഓഫ് എക്കോണമി ആണ്. നാല് ഏതാണ്? ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. അഞ്ച് ഏതാണ്? ഇന്റർ റെഗുലേറ്ററി കോർഡിനേഷൻ ആണ്. ഇനി ഇതെന്നാണ് സെറ്റപ്പ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ 2010 ഇത് സെറ്റപ്പ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതിന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ക്രിപ്റ്റോ കറൻസി ആണ്. ന്യൂസ് റിലേറ്റഡ് ടു ക്രിപ്റ്റോ കറൻസി. ഓക്കെ, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള കാര്യം ഓൾറെഡി ഇതേ സംഭവം നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നില്ല? ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കുക. ഓൾറെഡി ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആയതുകൊണ്ടാണ് വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ആണ് ഇത് സൈക്ലോൺ. എന്താണ്? റീസെന്റ് ദ അറേബ്യൻ സീ വിറ്റ്നസ്ഡ് റെയർ ഓഗസ്റ്റ് സൈക്ലോൺ നെയ്മഡ് അസ്ന വിച്ച് സ്ട്രൈഡ് കൺസിഡറബിൾ ഇൻട്രസ്റ്റ് ഡ്യൂ ടു ദ അൺയൂഷ്വൽ ടൈമിംഗ് ആൻഡ് ഒറിജിൻ ആണ്. നമ്മൾ സൈക്ലോണിനെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലോൺ എന്താണ്? സൈക്ലോൺ റാപ്പിഡ് ഇൻവേർഡ് എയർ സർക്കുലേഷൻ ആണ് അറൌണ്ട് ലോ പ്രഷർ ഏരിയ എന്ന്. നമ്മൾ സൈക്ലോൺ വേഴ്സസ് ആന്റി സൈക്ലോൺ നോക്കുകയാണെങ്കിൽ സൈക്ലോണിലാണെങ്കിൽ പ്രഷർ കണ്ടീഷൻ സെന്ററിൽ ലോ ആയിരിക്കും, ആന്റി സൈക്ലോൺ ആണെങ്കിൽ ഹൈ ആയിരിക്കും. ഇനി സൈക്ലോൺ ലോ ആണ് സെന്ററിലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലും. അതേസമയം ആന്റി സൈക്ലോണിൽ നമ്മൾ പറഞ്ഞു ഹൈ ആണ് സെന്ററിലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസും ആണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എക്സ്ട്രാ ട്രോപ്പിക്കൽ ടെമ്പറേച്ചറുള്ള സൈക്ലോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നതായിട്ടും പോളാർ റീജിയൻസിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? Scientists are studying Amazon rainforest to figure out the extent to which forest capture and lock away huge amount of carbon dioxide. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി ഇവരുടെ ബയോഡൈവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ആമസോൺ ഫോറസ്റ്റ് എന്താണ്? നിയർലി 5th ഓഫ് ദ വേൾഡ് ലാൻഡ് സ്പീഷീസ് ആണ്. ഏകദേശം 10% ഓഫ് വൈൽഡ് ലൈഫ് സ്പീഷീസ് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ വാട്ടർ സർക്കിൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ട്രീസ് ഇൻ ആമസോൺ ആൾസോ റിലീസസ് 20 ബില്യൺ ടൺസ് ഓഫ് വാട്ടർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ പെർ ഡേ ആണ്. കാർബൺ സിങ്ക് ഏകദേശം 150 മുതൽ 200 ബില്യൺ ടൺസ് വരെ എന്ത് ചെയ്യുന്നു? കാർബൺ സ്റ്റോർ ചെയ്യുന്നതായിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് അഗ്നി ഫോർ മിസൈൽ. എന്താണ് ന്യൂസ്? റീസെന്റ് ദ ഫ്രഞ്ച് കൾച്ചറൽ മിനിസ്ട്രി നോമിനേറ്റഡ് സിങ്ക് റൂഫിംഗ് പ്രൊഫഷൻ ഇൻ ദ പാരീസ് യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ICH ലിസ്റ്റ് ഹൈലൈറ്റിംഗ് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. ഓക്കെ, ഇനി അഗ്നി ഫോർ മിസൈൽ നോക്കുകയാണെങ്കിൽ എന്താണ്?
ചണ്ഡീപൂർ ഒഡീഷ എന്ന് സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. ദ ലോഞ്ച് സക്സസ്ഫുള്ളി വാലിഡേറ്റ് ഓൾ ഓപ്പറേഷൻസ് ആൻഡ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ്. അതിന്റെ ഓപ്പറേഷൻസ്, ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതാരാണ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് ആണ്, SFC ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അഗ്നി 4 എന്ന് വിളിക്കുന്നത് എന്താണ്, ഫോർത്ത് അഗ്നി സീരീസ് ഓഫ് മീഡിയം ഇൻ കണ്ടിനെന്റൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്ഡ് ബൈ ദ DRDO ആണ്. ആൻഡ് അഗ്നി 4 എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് ആൻഡ് സർഫേസ് ടു സർഫേസ് മിസൈൽ ആണ്. ഡിസൈൻ ടു ബി ലോഞ്ച് ഫ്രം ഗ്രൗണ്ട് ടു സീ, ഹിറ്റ് ടാർഗറ്റ് ഓൺ ദ ഗ്രൗണ്ട് ഓർ സീ ആണ്. ആൻഡ് അഗ്നി 4 മിസൈൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 കിലോമീറ്റർ, അതുപോലെ തന്നെ ലെങ്ത് ഏകദേശം 20 മീറ്റേഴ്സ് ആണ് കാണാൻ പറ്റുക. പേലോഡ് ഏകദേശം 1000 കിലോമീറ്റേഴ്സ് ആണ് ഇതിൽ കാണാൻ പറ്റുക. ഇനി SFC എന്ന് പറയുന്നതാണ് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ഭാഗമാണ് ഇത് SFC എന്ന് വിളിക്കുന്നത്. ഇവര് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ഒക്കെയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, SFC കൈകാര്യം ചെയ്യുന്നതായിട്ട്, അഥവാ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് കൈകാര്യം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതുമായിട്ട് പ്രത്യേകതയാണ്. SFCയുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, ടോപ്പ് 10 polluters ranked. എന്താണ്, a recent study published in the journal Nature has revealed that India is the highest contributor to the global plastic pollution ആണ്. ഓക്കെ, ഇതില് ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏകദേശം 9.3 ആണ്. ഇവിടെ 1 MT എന്ന് പറഞ്ഞാൽ അതിന്റെ കൗണ്ട് കൊടുത്തിട്ടുണ്ട് എത്രയാണ്, ഒന്നെങ്കിൽ 65 താജ്മഹൽസിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഏകദേശം എത്രയാണ് പറയുന്നത്, 2,60,000 ഡബിൾ ഡക്കർ ബസ്സസിന് ഈക്വൽ ആണ്. ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് രണ്ടാം സ്ഥാനത്ത് ആരാണ്, നൈജീരിയയാണ് 3.5. ആൻഡ് മൂന്നാം സ്ഥാനത്ത് ഇന്തോനേഷ്യയാണ് 3.4. നാലാം സ്ഥാനത്ത് ആരാണ്, ചൈനയാണ് 2.8. അഞ്ചാം സ്ഥാനത്ത് പാകിസ്ഥാൻ 2.6 ആണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ആറാം സ്ഥാനത്ത് ആരാണ്, ബംഗ്ലാദേശ് 1.7 ആണ്. ആൻഡ് ഏഴാം സ്ഥാനത്ത് റഷ്യയാണ് 1.7. എട്ടാം സ്ഥാനത്ത് ബ്രസീലാണ് 1.4. ആൻഡ് ഒമ്പതാം സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്, തായ്ലാന്റ് ആണ് 1. ആൻഡ് 10ാം സ്ഥാനം 1ൽ തന്നെയാണ് ഏതാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് 5 years of Pradhan Mantri Kisan Mandhan Yojana. എന്താണ്, റീസെന്റ് the Pradhan Mantri Kisan Mandhan Yojana PMKMY launched on 12th September 2019 has completed 5 successful years. ഇതാണ് ന്യൂസ്. ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്, the scheme has been started provide social security for all land holding small and marginal farmers. ഇവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റിയത്, അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് farmers who land holding are up to 2 hectares of land in the country. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, മന്ത്ലി കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഏകദേശം 55 രൂപ മുതൽ 200 രൂപ വരെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, സബ്സ്ക്രൈബർ ഏജിനനുസരിച്ചിട്ട് കോൺട്രിബ്യൂട്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈക്വൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ആണ്. എന്താണ്, പെൻഷൻ ഫണ്ട് പകുതി ആര് കൊടുക്കും, ഗവൺമെന്റ് കൊടുക്കും. മിനിമം അഷ്വേർഡ് പെൻഷൻ ഉണ്ട്, എത്രയാണ്, ഈച്ച് സബ്സ്ക്രൈബർ എൻടൈൽ ടു ഗ്യാരണ്ടി മിനിമം പെൻഷൻ ഓഫ് ₹3,000 month upon reaching 16 years of age ആണ്. ഫാമിലി പെൻഷൻ ഉണ്ട്. ഫാമിലി പെൻഷൻ ഏകദേശം പറയുന്നത് ഏകദേശം എത്രയാണ്, 1,500 രൂപയാണ് പെർ മന്ത് പറയുന്നത്. പക്ഷേ ഓൾറെഡി സ്കീം ബെനിഫിഷ്യറീസിന് കിട്ടില്ല. പിന്നെ PM കിസാൻ ബെനിഫിറ്റ് എന്താണ്, സ്മോൾ ലാർജ് ഫാമേഴ്സ് മേ യൂട്ടിലൈസ് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി ബെനിഫിറ്റ്സ് ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ വിത്ത് നെസസിറ്റി ഓതറൈസേഷൻ ഓഫ് ഓർ ഓട്ടോ ഡെബിറ്റ് എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന മറ്റ് പ്രധാനപ്പെട്ട സ്കീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും പിന്നീട് വരുന്ന സ്കീമുകൾ ഏതൊക്കെയാണ്, പ്രധാൻ മന്ത്രി ഫസൽ ഭീമ യോജന, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, പ്രധാൻ മന്ത്രി കിസി സിഞ്ചി യോജന, ഇ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്, പരമ്പരാഗത കൃഷി വികാസ് യോജന, ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ, യൂണിഫൈഡ് ഫാർമർ സർവീസ് പ്ലാറ്റ്ഫോം, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഇൻ അഗ്രികൾച്ചർ, മിഷൻ ഓർഗാനിക് വാല്യൂ ചെയിൻ ഡെവലപ്മെന്റ് ഫോർ ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഒക്കെയാണ് എന്താണ് ഇതുപോലെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സ്കീമുകൾ. നെക്സ്റ്റ് വൺ ആണ് ഇത് കൗൺസിൽ ഓഫ് യൂറോപ്പ്, COE എന്താണ് പറയുന്നത്, ന്യൂസിൽ വരാൻ കാരണം, അക്കോർഡിംഗ് ടു ദി കൗൺസിൽ ഓഫ് യൂറോപ്പ് ഫസ്റ്റ് ലീഗലി ബൈൻഡിംഗ് ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ ബി ഓപ്പൺ ഫോർ signing by participating nation including European Union members, United States and United Kingdom ആണ്. ഓക്കെ, ഇനി കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. 1949 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഫ്രാൻസിലെ സ്റ്റാർബർഗിലാണ്.
ഇനി ഇറ്റ് ഈസ് ഡിസ്റ്റിങ് ഫ്രം ദ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ വ്യത്യസ്തമാണ്. 46 സ്റ്റേറ്റ്സ് ആണ് ഇതിലുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. 46 സ്റ്റേറ്റും മോസ്റ്റ് എന്താണ്, യൂറോപ്യൻ കൺട്രീസ് ആണ്. ഇനി COE എന്ന് പറയുന്ന പ്രൈമറി മിഷൻ എന്ന് പറയുന്നത് അപ്ഹോൾഡ് ആൻഡ് പ്രൊമോട്ട് ഡെമോക്രസി ആണ്, ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ അക്രോസ് മെമ്പർ സ്റ്റേറ്റ്സ് ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ഇനിഷ്യേറ്റീവ്സ് ഫോർ ഇലക്ട്രിഫിക്കേഷൻ. എന്താണ്, റീസെന്റ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ 2011 സെൻസസ് എക്സാമിൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് രാജീവ് ഗാന്ധി ഗ്രാം വിദ്യുത് കരൺ യോജന RGGVY program which aimed electrify over 4 lakh village across India. Okay. അപ്പൊ ഇതുമായി നമുക്ക് ബന്ധപ്പെട്ട് നോക്കാനുള്ള ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പ്രധാന സ്കീമുകളാണ് ഏതൊക്കെയാണ്? സുംബവ്യ സ്കീം, ഇന്റഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് സ്കീം, ഉജ്വൽ ഡിസ്കം അഷർ യോജന ആൻഡ് GARV ഗ്രാമീൺ വിദ്യുത്കരൺ ആപ്പ് ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇത് കൊലേഡോ നാഷണൽ പാർക്ക്. എന്താണ്, റീസെന്റ് ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റഡി ഓൺ ടീ കാർബൺ വാസ് അണ്ടർടേക്കൺ ടു കൊലേഡോ നാഷണൽ പാർക്ക് KNP ഇൻ രാജസ്ഥാൻ ഭരത്പൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ. ഇനി കൊലേഡോ നാഷണൽ പാർക്ക് ഇതൊരു എന്താണ്, വെറ്റ്ലാൻഡ് ബേർഡ് സാങ്ച്വറി ആണ്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇവിടെയാണ് ഭരത്പൂർ രാജസ്ഥാനില്. ചിൽക്ക ലേക്ക് ഇവിടെയാണ് കാണപ്പെടുന്നത്, കൊലേഡോ നാഷണൽ പാർക്കിലാണ്. അതുപോലെ തന്നെ 1981 ഫസ്റ്റ് റാംസർ സൈറ്റ് ആണ്. കറന്റ്ലി എന്താണ്, നാഷണൽ പാർക്ക് ലോക്തക് ലേക്ക് മണിപ്പൂർ ആൻഡ് മോൺട്രക് റെക്കോർഡ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോൺ as rich and avian biodiversity abundance of water birds home to 365 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ തന്നെ ത്രെട്ടൻഡ് സ്പീഷീസിനെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്യൂണയിൽ വരുന്ന ഏതൊക്കെയാണ്, ജോക്കൽസ്, സാമ്പാർ, നീൽഗായ്, വൈൽഡ് കാറ്റ്, ഹൈജൻ, വൈൽഡ് റോ, പ്രൊഡ്യൂസർ ആൻഡ് മംഗൂസ് ആൻഡ് കാണാൻ പറ്റും. ഫ്ലോറയിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് അൻക, നിരോട്ട, ഇൻഫെക്ഷൻ, ഡ്രൈ ഗ്രാസ് ലാൻഡ് ആണ്. റിവർ ഏതൊക്കെയാണ്, ഗാംബീർ ആൻഡ് ഗംഗ ആർ 2 rivers ഫ്ലോ ത്രൂ ദി നാഷണൽ പാർക്ക് എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് എക്സൈസ് യുദ്ധാഭ്യാസ് 2024. എന്താണ്, റീസെന്റ് ദ 20th എഡിഷൻ ഓഫ് ഇന്ത്യ US ജോയിന്റ് മിലിറ്ററി എക്സൈസ് യുദ്ധാഭ്യാസ് 2024 ബിഗിൻ അറ്റ് മഹാജൻ ഫീൽഡ് ഫ്ലറിംഗ് റേഞ്ചസ് ഇൻ രാജസ്ഥാൻ ആണ്. ഓക്കെ. ഇത് 2004 മുതലാണ് എന്ത് ചെയ്യുന്നത്, ആനുവലി ഹെൽഡ് ചെയ്യാൻ നമ്മൾ തുടങ്ങിയത് ഇന്ത്യയും US തമ്മിൽ. ഇത് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ, സെമി ഡെസേർട്ട് എൻവയോൺമെന്റിലൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നാഷൻസ് ചാർട്ടറിന്റെ ചാപ്റ്റർ 7 ഇത്തരം ജോയിന്റ് മിലിറ്ററി കോർപ്പറേഷൻസിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. UN ചാർട്ടർ ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രെയിം വർക്ക് സെക്യൂരിറ്റി കൗൺസിലിന് ഓൾറെഡി കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഇന്ത്യയും USയും തമ്മിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വജ്രപ്രഭ ആർമി, സാലക്സ് ഇന്ത്യൻ നേവി, കോപ്പ് ഇന്ത്യ എയർഫോഴ്സ്, മലബാർ എക്സൈസ്, കോണ്ടിനെന്റൽ നേവൽ എക്സൈസ് ഓഫ് ഇന്ത്യ, USA ആൻഡ് ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ആണ്. ഓക്കെ. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് എക്കോണമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ, EACPM ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, റീസെന്റ് a study published in Lancet Global Health highlighted the global inequality microcount intake, particularly for iodine, vitamin E, topfol, calcium, iron, ribone, vitamin B2 and folate, vitamin B9 across different regions and age group ആണ്. ഇതെന്താണ്, ഈ EAC എന്ന് പറയുന്നത് എന്താണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് പ്രധാനമായിട്ടും നോക്കുന്ന എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഉദാഹരണമായിട്ട് ഇൻഫ്ലേഷൻ, മൈക്രോ ഫൈനാൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ആണ് ഇവർ പ്രധാനമായിട്ടും നോക്കുന്നത്. അതുപോലെ തന്നെ നീതി ആയോഗാണ് ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവരുടെ പെരിയോഡിക് റിപ്പോർട്ട് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ എക്കോണമിക് ഔട്ട്ലെറ്റും റിവ്യൂ ഓഫ് ദ എക്കോണമിയാണ് ഇവരുടെ എന്താണ് പ്രധാനപ്പെട്ട പീരിയോഡിക് റിപ്പോർട്ട്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇത് PM ശ്രീ സ്കീം. എന്താണ്, ആഫ്റ്റർ പഞ്ചാബ് ദ ഡൽഹി ഗവൺമെന്റ് ഹാസ് ഡിസൈഡ് ടു sign a memorandum of understanding MOU with the central government to implement the Pradhan Mantri School for Rising India PM Shri scheme. Okay. ഇത് PM Shri എന്ന് പറയുന്നതാണ് ഒരു സെൻട്രലി സ്പോൺസേർഡ് ഇനിഷ്യേറ്റീവ് ആണ്. 2022 ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 14,500 PM Shri സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വെൽബീയിങ് ആൻഡ് സേഫ്റ്റി ഓഫ് എവറി സ്റ്റുഡന്റ്, അതുപോലെ തന്നെ ഓഫറിംഗ്സ് ഡൈവേഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ആക്സസ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ് ഒക്കെയാണ്. കൂടാതെ ഇതിൽ ഫണ്ടിങ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
60-40 ആണ്. അതായത് 60% സെൻട്രൽ ഗവൺമെന്റ്, 40% സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ആണ് എടുക്കേണ്ടത്, ജമ്മു കാശ്മീർ ഒഴിച്ചിട്ട്. അതുപോലെ തന്നെ 1910 ആണ്. 1910 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% നോർത്ത് ഈസ്റ്റ് ഹിമാലയൻ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ജമ്മു കാശ്മീരിലൊക്കെ എടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ജമ്മു കാശ്മീർ ആണെങ്കിൽ 100% ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റേറ്റ് മസ്റ്റ് കൺഫേം പാർട്ടിസിപ്പേഷൻ ബൈ സൈനിങ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് ഇതിലൊരു MOU എന്ത് ചെയ്യണം? ഒപ്പുവെച്ചിരിക്കണം. ഇതിന്റെ ഡ്യൂറേഷൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-23 മുതൽ 2026-27 വരെയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത്, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് റിലേറ്റിംഗ് ടു ദി ക്യാൻസർ ട്രീറ്റ്മെന്റ്. എന്താണ്? The American Association for Cancer Research, the world oldest and largest professional organization dedicated to cancer research, has recognized September as Ovarian Cancer Awareness Month ആണ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഏതൊക്കെയാണ്? നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക് ആണ്, നാഷണൽ ക്യാൻസർ ഗ്രിഡ് ആണ്, നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ, HPV വാക്സിൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ്, വെസ്റ്റ് ബംഗാൾ റൈസസ് ഇന്ത്യസ് GDP forecast to 7%. എന്താണ്? റീസെന്റ് the World Bank has raised to India's growth forecast financial year 2025 7% from 6 to 6% ആണ് ന്യൂസ്. ഓക്കെ. ഇത് ഫോർകാസ്റ്റ് ചെയ്യുന്ന ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും, രണ്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ GDP എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും പ്രൊജക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ഏകദേശം ഫൈനാൻഷ്യൽ ഇയർ 2025 ആകുമ്പോഴേക്കും 7.2% ആണ്. വേൾഡ് ബാങ്ക് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഗ്രാജുവൽ റേറ്റ് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിക്കവറി ഇൻ ദ കൺസംഷൻ ബൈ ഹൈലൈറ്റ്സ് ദ അൺഎംപ്ലോയ്മെന്റ് കീ ചലഞ്ചസ് ഇന്ത്യസ് എക്കോണമിക് ഗ്രോത്ത് ആണ്. അതുപോലെ അർബൻ ഫീമെയിൽ എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യും? 8.5% നിന്ന് 2024-25 എന്ത് ചെയ്യും? മാറും. അർബൻ യൂത്ത് എംപ്ലോയ്മെന്റ് റിമൈൻസ് എന്താണ്? 17% ആവും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ആഴ്ചത്തെ കറണ്ട് അഫയറിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.